നമ്മൾ ഇന്ന് ബേസിക് ഇൻറ്ററാക്ഷൻ ടെക്നിക്സ് ഓർ ഇൻറ്ററാക്ഷൻ ഓപ്പറാൻഡ്സ് ആൻഡ് സ്പേസസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. An interaction operand is a section of the space upon which an interactive operator is applied. Interactive operatorsൽ യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഓഫ് സ്പേസിനെയാണ് interaction operand എന്ന് പറയുന്നത്. To determine the result of an interactive operation, one needs to know within what space the interaction is to take place. ഒരു ഇൻറ്ററാക്ഷൻ ഓപ്പറേഷൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ ആദ്യം ആ ഇൻറ്ററാക്ഷൻ ഏത് സ്പേസിലാണ് നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ പല ടൈപ്പിലുള്ള സ്പേസസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആ ഓരോ സ്പേസസിലും നാവിഗേഷനും സെലക്ഷനും ഒക്കെ എങ്ങനെയാണ് വർക്കാവുന്നതെന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്രീൻ സ്പേസിനെ പറ്റിയാണ്. സ്ക്രീൻ സ്പേസ് കൺസിസ്റ്റ് ഓഫ് ദ പിക്സൽസ് ഓഫ് ദ ഡിസ്പ്ലേ. ഡിസ്പ്ലേയിൽ കാണുന്ന പിക്സൽസ് കൊണ്ടാണ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാവിഗേഷൻ ഇൻ സ്ക്രീൻ സ്പേസ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് ആക്ഷൻ സച്ച് എസ് പാനിങ്, സൂമിങ് ആൻഡ് റൊട്ടേഷൻ. സ്ക്രീൻ സ്പേസിലെ നാവിഗേഷൻ ചെയ്യുമ്പോൾ അതിൽ പാനിങ്, സൂമിങ്, റൊട്ടേഷൻ പോലെയുള്ള ആക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ഈച്ച് കേസ് no new data is used. The process consists of pixel level operations such as transformation, sampling and replication. നമ്മൾ ഓരോ പുതിയ ഇൻസ്റ്റൻസിലും നമ്മൾ പുതിയ ഡാറ്റ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ട്രാൻസ്ഫോർമേഷൻ, സാമ്പിളിംഗ്, റെപ്ലിക്കേഷൻ പോലെയുള്ള പിക്സൽ ലെവൽ ഓപ്പറേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. Pixel based selection means that at the end of the operation each pixel will be classified as either selected or unselected. ഒരു ഓപ്പറേഷന് ശേഷം അതിലുള്ള ഓരോ പിക്സൽസും ഒന്നില്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അൺസെലക്റ്റഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഈ കാറ്റഗറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പിക്സൽ ബേസ്ഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. The selection can be performed on individual pixels, rectangles or circles of pixels or an arbitrarily shaped region that the user specifies. ഈ സെലക്ഷൻ പ്രോസസ്സിൽ നമുക്ക് പിക്സൽസ് സിംഗിൾ പിക്സൽസ് ആയിട്ടോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾസ് ഓർ സർക്കിൾസ് ഓഫ് പിക്സൽസിലോ അല്ലെങ്കിൽ യൂസർ സ്പെസിഫൈ ചെയ്യുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു റീജിയനിലോ പിക്സൽസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെലക്ഷൻ ഏരിയാസ് മേ ഓൾസോ ബി കണ്ടിന്യൂസ് ഓർ നോൺ കണ്ടിന്യൂസ്. സെലക്ഷൻ്റെ ഏരിയാസ് ഒന്നില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഒന്നില്ലെങ്കിൽ കണ്ടിന്യൂസ് ആവും അല്ലെങ്കിൽ നോൺ കണ്ടിന്യൂസ് ആവും. സ്ക്രീൻ സ്പേസ് ഫിൽറ്ററിംഗ് കൺസിസ്റ്റ് ഓഫ് ക്രോപ്പിംഗ് ഓർ മാസ്കിംഗ് ഓഫ് എ റീജിയൻ ഓഫ് പിക്സൽസ്. സ്ക്രീൻ സ്പേസ് ഫിൽറ്ററിംഗിൽ ക്രോപ്പിങ്ങും മാസ്കിങ്ങും ഇൻവോൾവ് ആവുന്നുണ്ട്. ഡിസ്റ്റോർഷൻ ഇൻ സ്ക്രീൻ സ്പേസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫോർമേഷൻ ഓൺ പിക്സൽസ്. ഡിസ്റ്റോർഷനിൽ പിക്സൽസിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. അടുത്തത് നമ്മൾ ഡാറ്റ വാല്യൂ സ്പേസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്പേസ് ആർ അപ്ലൈഡ് ഡയറക്ട്ലി ടു ദ ഡാറ്റ rather than to the screen. ഡാറ്റ സ്പേസിലെ ഓപ്പറേഷൻസ് സ്ക്രീനിലേക്ക് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഡാറ്റയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. നാവിഗേറ്റിംഗ് ഇൻ ഡാറ്റ വാല്യൂ സ്പേസ് ഇൻവോൾവ്സ് യൂസിംഗ് ദ ഡാറ്റ വാല്യൂസ് ആസ് എ മെക്കാനിസം ഫോർ വ്യൂ സ്പെസിഫിക്കേഷൻ. ഡാറ്റ വാല്യൂ സ്പേസിൽ നാവിഗേറ്റ് ചെയ്യുമ്പോൾ ഡാറ്റ വാല്യൂസിനെ വ്യൂ സ്പെസിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. The analogous operations for panning and zooming would be to change the data values being displayed. Panning would shift the start of the value ranges to be shown, while zooming would decrease the size of this range. ഇവിടെ പാനിങ്ങിനും സൂമിങ്ങിനും പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഡാറ്റ വാല്യൂസിനെ ചേഞ്ച് ചെയ്യാനാണ്. അവിടെ പാനിങ്ങിൽ എന്ത് പ്രോസസ്സാണ് നടക്കണമെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ റേഞ്ചസിൻ്റെ സ്റ്റാർട്ടിങ് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ സൂമിങ്ങിൽ വാല്യൂ റേഞ്ചിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡാറ്റ വാല്യൂ സ്പേസ് സെലക്ഷൻ ഈസ് സിമിലർ ടു എ ഡാറ്റാബേസ് ക്വറി ഇൻ ദാറ്റ് ദ യൂസർ സ്പെസിഫൈസ് എ റേഞ്ച് ഓഫ് ഡാറ്റ വാല്യൂസ് ഫോർ വൺ ഓർ മോർ ഡാറ്റ ഡയമെൻഷൻസ്. ഡാറ്റ വാല്യൂ സ്പേസ് സെലക്ഷൻ ഒരു ഡാറ്റാബേസ് ക്വറി ആയിട്ട് സിമിലർ ആണ്. അതിൽ യൂസർ വൺ ഓർ മോർ ഡയമെൻഷൻസിൽ ഡാറ്റ വാല്യൂസിൻ്റെ റേഞ്ചിനെ സ്പെസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. This can be performed via direct manipulation as in the data-driven brushing or via sliders or other query specification mechanisms. ഈ സെലക്ഷൻ പ്രോസസ്സ് നമുക്കൊന്നില്ലെങ്കിൽ ഡാറ്റ ഡ്രൈവൺ ബ്രഷിങ്ങിലെ പോലെ ഡയറക്റ്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ലൈഡേഴ്സ് യൂസ് ചെയ്തോ
ക്വറി സ്പെസിഫിക്കേഷൻ മെക്കാനിസംസ് വഴിയോ നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സെലക്ഷൻ മേ ഇൻവോൾവ് എ സിംഗിൾ വാല്യൂ ഓർ വൺ ഓർ മോർ റേഞ്ചസ് ഓഫ് വാല്യൂസ്. സെലക്ഷനിൽ ഒന്നില്ലെങ്കിൽ സിംഗിൾ വാല്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റേഞ്ചസ് ഉള്ള വാല്യൂസോ ഉണ്ടാവാം. അടുത്തത് ഡാറ്റ സ്ട്രക്ചർ സ്പേസ്. ഡാറ്റ ക്യാൻ ബി സ്ട്രക്ചേർഡ് ഇൻ എ നമ്പർ ഓഫ് വേസ് സച്ച് എസ് ലിസ്റ്റ്, ടേബിൾ, ഗ്രിഡ്, ഹൈറാർക്കീസ് ആൻഡ് ഗ്രാഫ്സ്. ഡാറ്റ സ്ട്രക്ചർ സ്പേസിൽ ഡാറ്റേനെ ലിസ്റ്റ്, ടേബിൾ, ഗ്രിഡ്, ഹൈറാർക്കീസ്, ഗ്രാഫ്സ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡാറ്റേനെ ഓർഗനൈസ് ചെയ്യുന്നത്. For each structure, one can develop interaction mechanisms to indicate what portion of the structure will be manipulated and how this manipulation will be manifested. ഓരോ സ്ട്രക്ചറിൻ്റെ ഏതൊക്കെ പാർട്സ് മാനിപ്പുലേറ്റ് ചെയ്യുമെന്നും ഈ മാനിപ്പുലേഷൻസ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമെന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട് ഒരാൾക്ക് ഐട്രേഷൻ മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതേപറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. Navigation in data structure space involves moving the view specification along the structure, as in showing sequential groups of records, or moving down or up a hierarchical structure, as in drill down and roll up operations. ഡാറ്റ സ്ട്രക്ചർ സ്പേസിൽ നാവിഗേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ റെക്കോർഡ്സിനെ സീക്വൻഷ്യൽ ആയിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് പോലെയാണോ, അല്ലെങ്കിൽ ഡ്രിൽ ഡൗൺ, റോൾ അപ്പ് പോലെയുള്ള ഹൈറാർക്കിക്കൽ സ്ട്രക്ചേഴ്സ് നാവിഗേറ്റ് ചെയ്യുന്ന പോലെയോ വ്യൂ അഡ്ജസ്റ്റ് ചെയ്തോ ആണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ സ്പേസിൽ നാവിഗേഷൻ ചെയ്യുന്നത്. Selection in data structure space generally involves displaying the structure and allowing the user to identify regions of interest within it. ഡാറ്റ സ്ട്രക്ചർ സ്പേസിൽ സെലക്ഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ യൂസേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും സ്ട്രക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നതും ആണ്. This in turn can drive the display of the data corresponding to the selected substructure. ഇത് നമ്മൾ സെലക്ട് ചെയ്ത സബ്സ്ട്രക്ചറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയുടെ ഡിസ്പ്ലേ ഡ്രൈവ് ചെയ്യും. Filtering is often performed in data structure space to reduce the amount of information on the display. ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഡാറ്റ സ്ട്രക്ചർ സ്പേസിൽ ഫിൽറ്ററിങ്ങും യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് attribute space. In attribute space, operators are focused on one or more of the attributes associated with the graphical entity being used to convey information. Such attributes could include color, size, shape, or any other of the 8 visual variables. Attribute spaceൽ ഗ്രാഫിക്കൽ എലമെൻസിൻ്റെ കളർ, സൈസ് അല്ലെങ്കിൽ ഷേപ്പ് പോലെയുള്ള ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്താണ് ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. നാവിഗേഷൻ ഇൻ attribute space is similar to that in data value space. Panning involves shifting the ranges of the values of interest, while zooming can be accomplished by either scaling the attributes or enlarging the range of values of interest. ഇവിടെ നാവിഗേഷൻ ചെയ്യുന്നത് ഡാറ്റ വാല്യൂ സ്പേസിലെ പോലെ തന്നെയാണ്. അതായത് പാനിങ് വാല്യൂ റേഞ്ചസിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സൂമിങ് ആണെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ അല്ലെങ്കിൽ വാല്യൂവിൻ്റെ റേഞ്ചസിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സൈസ് കൂട്ടുന്നു, കുറയ്ക്കുകയോ ചെയ്യുന്നു. അങ്ങനെ അതാണ് സൂമിങ് ചെയ്യുന്നത്. As in data value driven selection, attribute space selection requires the user to indicate the sub-range of a given attribute of interest. Attribute space selectionൽ ഡാറ്റ വാല്യൂ ഡ്രിവൺ സെലക്ഷനെ പോലെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആട്രിബ്യൂട്ടിൻ്റെ സബ് റേഞ്ചിനെ യൂസറിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം. For example, given a visual depiction of a color map, a user can select one or more entries to highlight. എക്സാമ്പിൾ ആയിട്ട് ഒരു കളർ മാപ്പ് കാണുമ്പോൾ യൂസറിന് സ്പെസിഫിക് ആയിട്ടുള്ള എൻട്രീസ് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. Similarly, if data records are attributes such as quality or uncertainty, a visual representation of these attributes accompanied by suitable interaction techniques can allow user to filter or emphasize data according to the attributes. അതുപോലെ തന്നെ ക്വാളിറ്റിയോ അൺസർട്ടനിറ്റിയോ പോലെയുള്ള ഡാറ്റ ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്ത് സ്യൂട്ടബിൾ ഇൻട്രാക്ഷൻസ് ഉള്ള വിഷ്വൽ റെപ്രസെൻറ്റേഷൻസ് ഫിൽറ്ററിങ്ങും ഡാറ്റ എംഫസൈസിങ്ങും ചെയ്യുന്നു. Remapping is often done in attribute space either via selecting different ranges of an attribute to be used in the data to graphic mapping or by choosing a different attribute to be controlled by the data.
ഡാറ്റ ടു ഗ്രാഫിക് മാപ്പിങ്ങിന് വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് റേഞ്ചസ് സെലക്ട് ചെയ്യുന്നതിലൂടെയോ ഡാറ്റയുമായി ബേസ്ഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ കൺട്രോൾ ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ആട്രിബ്യൂട്ട് സ്പേസിൽ റീമാപ്പിംഗ് ചെയ്യുന്നത്. അടുത്തത് ഒബ്ജക്റ്റ് സ്പേസ്. In this displays, the data is mapped to a geometric object, and this object or its projection can undergo interactions and transformations. ഈ ഡിസ്പ്ലേയിൽ ഡാറ്റ ജോമെട്രിക് ഒബ്ജക്ട്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനും പറ്റും. Navigation in object space often consists of moving around objects and observing the surfaces on which the data are mapped. ഒബ്ജക്റ്റ് സ്പേസിൽ നാവിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റിന് ചുറ്റും മൂവ് ചെയ്യാനും മാപ്പ് ചെയ്ത സർഫസിനെ എക്സാമിൻ ചെയ്യാനും പറ്റും. The system should support global views of the object space as well as close-up views. The latter may be considered to enable the user to find good views more quickly. അതായത് ഒബ്ജക്റ്റ് സ്പേസിന് രണ്ട് ടൈപ്പ് വ്യൂസ് ഉണ്ട്. അത് ഗ്ലോബൽ വ്യൂസും ക്ലോസ്-അപ്പ് വ്യൂസും. ഈ രണ്ട് വ്യൂസിനെയും സിസ്റ്റം സപ്പോർട്ട് ചെയ്യണം. നല്ല വ്യൂസിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് യൂസേഴ്സിനെ എനബിൾ ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് ക്ലോസ്-അപ്പ് വ്യൂസിനെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്, അത് ചിലപ്പോൾ മിനിമൈസ് ചെയ്യേണ്ടി വരും. Selection involves clicking anywhere on the object of interest or indicating the target object from a list. ഇനി ഈ ഒബ്ജക്റ്റ് സ്പേസിൽ സെലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നതും ഒരു ലിസ്റ്റിൽ നിന്ന് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും സെലക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. A typical example of remapping in object space would be changing the object upon which the data is being mapped, such as switching the mapping of geographical data between a plane and a sphere. അതായത് ഒബ്ജക്റ്റ് സ്പേസിൽ ഗ്രാഫിക്കൽ ഡാറ്റ ഒരു പ്ലെയിനിലേക്കോ സ്ഫിയറിലേക്കോ മാപ്പ് ചെയ്യുമ്പോൾ സ്വിച്ച് ചെയ്യുന്ന പോലെ ഡാറ്റ മാപ്പ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നതാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. റീമാപ്പിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഫോർ ഡിസ്റ്റോർഷൻ, എക്സാമ്പിൾസ് ഓഫ് ദിസ് ഫോം of interaction are perspective walls and hyperbolic projections. പിന്നെ ഡിസ്റ്റോർഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് ഇവിടെ പെർസ്പെക്റ്റീവ് വാൾസും ഹൈപ്പർബോളിക് പ്രൊജക്ഷൻസും പറഞ്ഞിരിക്കുന്നത്. This method can be envisioned as a variant on screen-based methods. സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സിന് വേരിയൻ്റ് ആയിട്ട് ഈ മെത്തേഡ്സ്, അതായത് പെർസ്പെക്റ്റീവ് വാൾസും ഹൈപ്പർബോളിക് പ്രൊജക്ഷൻസും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്, വിഷ്വലൈസേഷൻ സ്ട്രക്ചർ സ്പേസ്. A visualization consists of a structure that is relatively independent of the values, attributes and structure of data. ഒരു വിഷ്വലൈസേഷനിൽ ഡാറ്റയുടെ വാല്യൂസും ആട്രിബ്യൂട്ട്സും സ്ട്രക്ചറിൽ നിന്നൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു സ്ട്രക്ചർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. For example, the grid within which a scatter plot matrix is drawn and the axes displayed in many types of visualizations are each components of the visualization structure and can be the focus of interaction. അതായത് എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, ഒരു സ്കാറ്റർ പ്ലോട്ട് മെട്രിക്സിലെ ഗ്രിഡ് അല്ലെങ്കിൽ പല വിഷ്വലൈസേഷൻസിലെ ആക്സിസ് വിഷ്വലൈസേഷൻ സ്ട്രക്ചറിൻ്റെ കോമ്പോണൻസ് ആണെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. Visualization dashboards consisting of a set of tightly or loosely connected visualizations juxtaposed on the screen have become increasingly popular for monitoring and analyzing complex data environments such as for business analytics and command and control centers. Interconnected ആയിട്ടുള്ള വിഷ്വലൈസേഷൻ ഡാഷ്ബോർഡ്സ് ബിസിനസ് അനലിറ്റിക്സിലെ പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയെ അനലൈസ് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിപ്പോൾ പോപ്പുലറായിട്ട് ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾസ് ഓഫ് നാവിഗേഷൻ ഇൻ വിഷ്വലൈസേഷൻ സ്ട്രക്ചർ സ്പേസ് might include moving through pages in a spreadsheet style visualization tool or zooming in on an individual plot in a scatter plot matrix. വിഷ്വലൈസേഷൻ സ്ട്രക്ചറിലെ നാവിഗേഷനിൽ സ്പ്രെഡ്ഷീറ്റ് പോലെയുള്ള പേജസിൽ കൂടെയൊക്കെ മൂവ് ചെയ്യുന്നതും ഇൻഡിവിജ്വൽ പ്ലോട്ടിലേക്ക് സൂം ചെയ്യുന്നതും പോലെയുള്ള ആക്ഷൻസൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഫോർ സെലക്ഷൻ, typical operations would include choosing components to hide, move or rearrange.
സെലക്ഷൻ ഓപ്പറേഷനിൽ കോമ്പോണൻസിനെ ഹൈഡ് ചെയ്യാനും മൂവ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യുന്നതിനുള്ളൊക്കെ ഓപ്പറേഷൻസും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, one may select an axis in parallel coordinates and drag it to a new location to discover different relationships among the data dimensions. അപ്പോൾ സെലക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്. ഡാറ്റ ഡയമെൻഷൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഒരു പാരലൽ കോർഡിനേറ്റ്സിൻ്റെ ആക്സിസ് സെലക്ട് ചെയ്തിട്ട് അത് വേറൊരു ലൊക്കേഷനിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. A good example of distortion in this space is the table lines technique, which allows users to transform rows or columns of a spreadsheet to provide multiple levels of detail. അത് ഡിസ്റ്റോർഷൻ്റെ എക്സാമ്പിളാണ്. അത് ടേബിൾ ലെൻസ് ടെക്നിക്കാനോട് എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കണം. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ സ്പ്രെഡ്ഷീറ്റിലെ റോസും കോളംസും ട്രാൻസ്ഫോം ചെയ്തിട്ട് പല ലെവലിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഓപ്പറാൻസും സ്പേസസും ഒക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.